നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി, PDP എന്നീ ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്നത് തുടർന്ന് ഇടതു വലത് മുന്നണികൾ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ എന്ന് MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. 2019 വരെ ജമാഅത്തെ ഇസ്ലാമി LDF-നൊപ്പമായിരുന്നുവെന്നും PDPയെ തോളിൽ ഇരുത്തിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇടതുപക്ഷം വിമർശിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തലയും K മുരളീധരനും കുറ്റപ്പെടുത്തി. അതേസമയം രാജ്യദ്രോഹികളെ മാന്യവൽക്കരിക്കുകയാണ് LDF-ഉം UDF-ഉം എന്നും ഇത് കേരളത്തിൽ പഹൽഗാം ആവർത്തിക്കുന്നതിന് കാരണമാകുമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ചൊല്ലി LDF UDF വാക്പോര് തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. എന്നാൽ അതേ മതരാഷ്ട്രവാദം ഉയർത്തുന്ന PDPയെ തങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ വെള്ളപൂശിക്കൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന. UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഓരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാണ് കേരളം. അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂര്. തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനത, വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2019 വരെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നുവെന്നും PDPയെ തോളിലിരുത്തിയാണ് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുന്നത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും K മുരളീധരന്റെയും പ്രതികരണം. ഞങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥമാണ്? അതേസമയം രാജ്യദ്രോഹികളെ മാന്യവൽക്കരിക്കുകയാണ് LDF-ഉം UDF-ഉം എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. മറ്റു സമുദായങ്ങൾക്കിടയിൽ ഇത് ഭീതി ജനിപ്പിക്കുന്നതാണെന്നും കേവലം വോട്ടിന് വേണ്ടി ചെയ്യുന്നതിന് കേരളം വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് പാക് തീവ്രവാദ സംഘടനകളാണ്. ആ പാക് തീവ്രവാദ സംഘടനകളുടെ കേരള പതിപ്പാണ് ഈ പറയുന്ന PDPയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും. അവരെയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി മാന്യന്മാരായി മാറ്റിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് സഖ്യവും ശേഖരണം ഉണ്ടാക്കുന്നത്. നാളെ ഇതേ തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പഹൽഗാം ആവർത്തിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് എന്തു ചെയ്യും? ജമാഅത്തെ ഇസ്ലാമിയും PDPയും അവരുടെ മതരാഷ്ട്ര നിലപാടിൽ നിന്നും ഇതുവരെ പുറകോട്ട് പോയിട്ടില്ലെന്നും PK കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. ജനം, നിലമ്പൂർ.